ശ്രീ എസ് സുരേഷ് നോക്കൂ, ഇത് ഇവിടെ തുടങ്ങിയതല്ല. MR അജിത് കുമാർ വിഷയം മുതൽ ഈ പറയുന്ന RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ചർച്ചയായി വരുന്നു. ഇപ്പോ വസീഫ് പറയുന്നു ഇവിടുന്ന് RSS നേതാക്കൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ വീട് കയറി ഇറങ്ങുകയാണ് എന്ന രീതിയിലുള്ള വിമർശനം വരെ ഉണ്ടാകുന്നു. നിങ്ങൾ ഈ അന്തർധാര എന്ന് പറയുന്നത് നിങ്ങളൊരു വലിയ അഭിമാനമായി കാണുന്നതാണോ, അതൊരു വിമർശനമാണ്, അതിനെ അങ്ങനെ തന്നെ എതിർക്കാനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾക്കുള്ളത്? മാധു, ഞങ്ങൾ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചിരുന്ന ബംഗാളിലും ത്രിപുരയിലും നിന്ന് ഞങ്ങളാണ് ഉള്ളത്. കോൺഗ്രസ്സുകാരൻ ഭരിച്ചിരുന്ന ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നത് BJP ആണ്. ഞങ്ങൾക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെ നശിപ്പിക്കപ്പെടേണ്ടതാണ്. ഇത് രണ്ടും ഒരുമിച്ച് നശിപ്പിക്കുക. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം എന്നാണോ കേരളത്തിൽ അവസാനിക്കേണ്ടത്, അന്ന് ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് BJP ആണ്. അതിലേതൊരു സംശയവുമില്ല. ഇനി ശബരിനാഥിൻ്റെ പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ ശബരിനാഥിൻ്റെ പാർട്ടി ഒരിക്കലും ഭരണപക്ഷത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന് ഇനി കേരളത്തിലോ ഇന്ത്യയിലോ ഭരണം കിട്ടാൻ പോണില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഇവർ വഖഫ് മുന്നണിയും ഇന്ത്യ മുന്നണിയും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഈ മുന്നണികൾ ഒരുമിച്ച് പ്രമേയങ്ങളും ഒക്കെ പാസ്സാക്കി ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഡീലിനെ സംബന്ധിച്ച് ലോകത്തിന് മുഴുവൻ അറിയാമെന്നിരിക്കെ അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില കസർത്തുകൾ നടത്തുന്നതല്ലാതെ അതിൽ ഒരർത്ഥവും ഇല്ല എന്ന് ആദ്യമേ സൂചിപ്പിക്കുന്നു. ഇനി മറ്റൊന്ന്, ഇവിടെ മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ വസീഫ് MLA കുറിച്ച് പറഞ്ഞതില്ല, ഞാൻ വസീഫിനോട് യോജിക്കുന്നു. എനിക്ക് ഈ കാര്യത്തിൽ വസീഫിൻ്റെ അഭിപ്രായം തന്നെയാണ്. MLA എന്ന് പറഞ്ഞാൽ റീൽ എടുക്കാനും സെൽഫി എടുക്കാനും കല്ലിടൽ നടത്താനും. MLA കുറിച്ച് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഞാനും കേട്ടല്ലോ. എനിക്ക് രണ്ട് ചെവിയും കേൾക്കാം മാധു, ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ വസീഫ് MLA കുറിച്ച് പറഞ്ഞത് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇനി മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയാം. മുനിസിപ്പാലിറ്റിയിൽ 9 വർഷമായിട്ട് BJP ആണ് ഭരിക്കുന്നത്. ആ മുനിസിപ്പാലിറ്റിയിൽ അമൃത് പദ്ധതി പ്രകാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ 220 കോടി രൂപ കൊണ്ടുവന്ന 163 പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രധാനമന്ത്രി സഡക്ക് യോജന പ്രകാരം 186 കോടി രൂപയും 248 കിലോമീറ്റർ ദൂരത്തേക്കുള്ള റോഡിൻ്റെ പണിയും അവിടെ പൂർത്തിയായി. ആവാസ് യോജന അർബൻ വഴി 10,326 വീടുകൾ ഞങ്ങൾ വച്ചുകൊടുത്തു. ആവാസ് യോജന റൂറൽ പ്രകാരം 4,789 വീടുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അവിടെ മുനിസിപ്പാലിറ്റി ഇവിടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ 3,800 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ നരേന്ദ്രമോദി പാലക്കാടിന് അനുവദിച്ചു. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി സമഗ്രമായിട്ടുള്ള പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു. അവിടെ നിന്നുള്ള ദേശീയപാതകളുടെ വികസനം മുഴുവൻ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നരേന്ദ്രമോദി സർക്കാരും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയും ചേർന്ന് നടത്തിയതിന് സമാനമായിട്ടുള്ള വികസനം ഈ 65 വർഷത്തെ ചരിത്രത്തിൽ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഇതൊന്നും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് അതിനെ ഡിസ്റ്റർബ് ചെയ്യരുതേ. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത് EMS മുതൽ പിണറായി വരെ, കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ ഇത്രയും കാലം ഭരിച്ച UDFും LDFും പാലക്കാടിന് നൽകിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനും BJPയുടെ മുനിസിപ്പൽ കൗൺസിലിനും അവിടെ ചെയ്യാൻ സാധിച്ചു എന്ന് അഭിമാനിക്കുന്ന പാർട്ടിയാണ് BJP. അവിടുത്തെ നാട്ടുകാർക്ക് അത് നന്നായിട്ട് അറിയാം. ഞാൻ അവസാനിപ്പിച്ചു. വികസനവും റെയിൽവേ സ്റ്റേഷൻ വികസനവും ഒക്കെ മുനിസിപ്പാലിറ്റി നടത്തിയതാണോ? കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരുടെയും മുനിസിപ്പാലിറ്റിയുടെയും പരിശ്രമ ഫലമായിട്ട് അവിടെ കൊണ്ടുവന്ന പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ളത് അവിടെ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പദ്ധതികളാണ്. ഇനി തീർന്നില്ല. ഒരു കാതലായ വിഷയത്തിൽ അവരെ രണ്ടുപേരെയും കൊണ്ട് ഉത്തരം പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മാധു ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് പാടില്ല. ഞാൻ അത് ചോദിക്കട്ടെ. എന്നെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുന്നു. ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ 80% വരുന്ന ജനതയുടെ ഒരു വേവലാതിയാണ് ഞാൻ മുന്നിൽ വെച്ചത്. അതിലിവിടുത്തെ ഹിന്ദു സമൂഹമുണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമുണ്ട്, ഒരു ന്യൂനപക്ഷമാണെങ്കിലും കുറച്ച് മുസ്ലിം സമൂഹവും അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നു, ചാവക്കാട് ഉൾപ്പെടെ. അത് വഖഫാണ്. ഞാൻ പറയുന്നു, മറ്റന്നാൾ 48 മണിക്കൂറേ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഇവിടെ പിണറായി വിജയനും VD സതീശനും ചേർന്ന് ഈ കേരളത്തിലെ 80% വരുന്ന ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും അതോടൊപ്പം തന്നെ ഒരു ന്യൂനപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിനോടും മാപ്പ് പറയണം.
ഈ നീചമായ വഖഫിന് അനുകൂലമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന അസംബ്ലിയിൽ പ്രമേയം കൊണ്ടുവന്നത് ഞങ്ങൾ മാപ്പാക്കണം, ഞങ്ങൾ ഒരാളിനെയും ഒഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം. നിങ്ങൾ വസീഫ് ഇവിടെ പറഞ്ഞു ഞങ്ങളത് പരിഹരിക്കുമെന്ന് പറഞ്ഞു. വസീഫെ, ഞാനിതാ ഇവിടെ വെച്ച് നിങ്ങളോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, 48 മണിക്കൂറല്ലേ പാലക്കാട്ടുള്ളൂ, നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? നിങ്ങൾ ഈ ശബരിനാഥിന്റെ സർക്കാർ കൊണ്ടുവന്ന 1995 ഭേദഗതിയോ 2013 നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുവന്ന ഭേദഗതിയോ ഈ കേരളത്തിൽ നിൽക്കും കാലം നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവന്റെ കുടിയിറക്കിയേ പറ്റൂ. അതിന് നിങ്ങൾ ഒത്താശ ചെയ്യുകയാണ്. ഇതെങ്ങനെ പരിഹരിക്കും? നിങ്ങൾ രണ്ട് കൂട്ടരും പോസിറ്റീവായ പ്രതികരണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകും എന്ന് ആശങ്കപ്പെടേണ്ടതില്ല. മാധുവിന്റെ മാതൃഭൂമിയിൽ ഇന്നൊരു ന്യൂസ് ഉണ്ട്, ഒന്ന് വായിക്കേ. സുന്നി വിഭാഗം AP വിഭാഗവും EK വിഭാഗവും പറയുന്നു മുനമ്പം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ല കൽപ്പാത്തി ഉൾപ്പെടെയുള്ള എല്ലാം വഖഫ് തന്നെ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സമസ്ത പറഞ്ഞിരിക്കുന്നു വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. വിട്ടുകൊടുക്കോ? അതോ ശബരിനാഥ് വിട്ടുകൊടുക്കോ? അതോ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഐക്യവും ഇരുട്ടുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു ജനതയെ അവരുടെ ജീവിക്കാൻ കൂട്ടുനിൽക്കരുത്. അത് ശരിയല്ല. UDF-നും LDF-നും ശരിയല്ല. പാവപ്പെട്ടവൻ അവിടെ ജീവിച്ചു പോട്ടെ. അവനെ കുടിയൊഴിപ്പിക്കാൻ നിങ്ങൾ എന്തിനാ അസംബ്ലി പ്രമേയം കൊണ്ടുവന്നേ? ഞങ്ങൾക്ക് ചോദിക്കാനാണ്. മറുപടി കിട്ടാനല്ലേ? നിർത്തിയാലേ മറുപടി കിട്ടൂ, നിർത്തിയാലേ മറുപടി കിട്ടൂ. അല്ലല്ല, അങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന ടെമ്പറേച്ചർ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രം മറുപടി കിട്ടില്ല. കുടിയൊഴിപ്പിക്കൽ വൈകാരിക വിഷയം, മാതൃഭൂമിക്ക് വിഷയമല്ല. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയം. അല്ലല്ല, ഇത് നോക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല. അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് പറയാൻ തന്നെയാണ് അങ്ങേ ബഹുമാനത്തോടു കൂടി ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷെ മറ്റാരും മിണ്ടാതെ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാട് പറ്റില്ല. അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടാനാണെങ്കിൽ ചോദ്യം ഉന്നയിച്ച് മിണ്ടാതിരിക്കണം. അല്ലാതെ നടക്കില്ല. കഴിഞ്ഞാൽ എനിക്ക് മാധുമായി തർക്കിക്കാൻ മനുഷ്യാവകാശം വിഷയമല്ലെങ്കിൽ BJP-ക്ക് വിഷയമാണ്. അങ്ങ് വഖഫ്, അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ സൂപ്പർ പ്രൈം ടൈമിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടും നിങ്ങളുടെ പാർട്ടിയോടും കൂടി ചോദിക്കൂ, എന്താണ് നിലപാട് എന്താ? ശ്രീ ശബരിനാഥൻ മറുപടി. അല്ല, ഇതിൽ ശ്രീ സുരേഷ് ഇതിൽ വളരെ ക്രിയാത്മകമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പടി മുന്നിലായി ഇന്ന് UDF-ന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോൾ ലീഡറായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം മെത്രാൻ സമിതിയിലെ 16 മെത്രാന്മാർ തീരുമാനത്തിലേക്ക് എത്താമെന്ന് പറയും. അത് അഫക്റ്റഡ് പാർട്ടിയാണ്. ഞാൻ പറയട്ടെ സുരേഷ് ഞാൻ പറയട്ടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. ഞാൻ സ്പെസിഫിക് ഉത്തരം സുരേഷിനോട് പറയാം. അവിടെ ഇന്ന് ഒന്ന് പറയട്ടെ അവിടുന്ന് ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ട് മീറ്റിംഗ് നടത്തിയത് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ വിഭാഗങ്ങളുടെ ഒരുപക്ഷെ നേതാക്കളായിട്ടുള്ള മെത്രാൻ സഭയിലെ മെത്രാൻ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 16 സീനിയർ വൈദികർ ചേർന്ന തീരുമാനമാണ്. അവർക്ക് ആ വിഷയത്തിൽ UDF പറഞ്ഞ ശ്രീ തങ്ങൾ പറഞ്ഞ വിഷയത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. അവർ എഫക്റ്റഡ് പാർട്ടിയാണ്. നിങ്ങളെക്കാളും ആ വിഷയത്തിൽ മുനമ്പം വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 3 പാർട്ടികളെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് പറയട്ടെ, ഞാൻ മറുപടി പറയട്ടെ. അതിന് അഫക്റ്റഡ് പാർട്ടി ആയിട്ടുള്ള ലത്തീൻ സഭയുടെ മെത്രാൻ സമിതിയുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട
രൂപതയിലെ ബിഷപ്പ് ആ വിഷയത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് പറയുമ്പോൾ അവർ സുരേഷ് എന്ന BJP നേതാവിനേക്കാളും അതൊരു ക്രെഡിബിലിറ്റി കാണുന്നത് UDF-ലുമാണ്. ശ്രീ തങ്കണ്ണത്തെ അവർ അഫക്റ്റഡ് പാർട്ടീസ് ആണ്. അവർ തീരുമാനം എടുത്തോളും. നിങ്ങൾ കാണുന്ന രാഷ്ട്രീയ വിദ്വേഷം കാണാതെ ഒരുമിച്ച് അത് പ്രതിപക്ഷവും സർക്കാരും നിങ്ങളും നമ്മളെല്ലാവരും ചേർന്ന് തീരുമാനം എടുക്കാം. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ വേണ്ടി അതിന്റെ വക്രീകരിക്കാൻ